ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അമ്മീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. നമ്മുടെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വറ്റ മീനാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ചെറുള്ളി 15 എണ്ണം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. ഞാൻ പിന്നെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി, ഒരു 8 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന പച്ചമുളക് 4 എണ്ണം. പിന്നെ പുളി വേണം. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ് എടുത്തേക്കുന്നത്. ഒരു 5 പുളി എടുത്തിട്ടുണ്ട്. അതിനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് കടുക് ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടുന്നത് ഉലുവ വേണമെങ്കിൽ ഉലുവപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് കറിവേപ്പില 2 തണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. ഇപ്പം എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കടുകും ഉലുവയും എല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറു ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കരിഞ്ഞു പോകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരയ്ക്കും ഇളക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഉള്ളിയുടെ കളറെല്ലാം ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിക്കകത്ത് കുറച്ച് വെള്ളം, ഡയറക്റ്റ് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഗ്യാസിൻ്റെ തീ ഒരല്പം കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ മുളക് പൊടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ ഒരു റെഡ് കളറാകുന്നിടം വരയ്ക്കും ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ പച്ച ചുവയ്ക്കുന്ന ഒരു രുചി ഉണ്ടാവും. ഇപ്പം നമ്മുടെ മുളകെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, കളറെല്ലാം മാറി നല്ല ശരിക്കുള്ള റെഡ് കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറേ മീൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് മതിയെങ്കിൽ, ഗ്രേവി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കാം. പുളി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം നന്നായിട്ട് തിളയെല്ലാം വന്നിട്ടുണ്ട്. പുളിയെല്ലാം അതിനകത്ത് ഇറങ്ങി, അതിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല മണം നമുക്ക് കിട്ടും. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ മീൻ കറി ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇവിടെ 10-20 മിനിറ്റായി. നമ്മുടെ മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളയൊക്കെ വന്ന് കറിയെല്ലാം വറ്റി വരുന്നുണ്ട്. നല്ല മണവും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവി വെച്ച് ഇളക്കണ്ട, അന്നേരം പിന്നെ പൊടിഞ്ഞു പോവും. നമുക്കിതിനെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മീൻകറി, സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം തന്നെ ഷെയർ ചെയ്യണേ.